കോൺഗ്രസിനോട് ഗുഡ് ബൈ പറയുകയാണ് പുതിയ പാർട്ടി രൂപീകരണ ശ്രമവുമായി കെ സുധാകരൻ. കെ സി വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സുധാകരൻ ഇക്കാര്യം അറിയിച്ചുവെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 25 സീറ്റുകളിൽ കോൺഗ്രസിനെതിരെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് സുധാകരൻ്റെ പുതിയ തന്ത്രം. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും തൻ്റെ നിലപാടുകൾ തുറന്നു പറയുമെന്നും ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമം കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? എസ് കെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് കെ സി വേണുഗോപാലും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ കെ സുധാകരനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നേരിട്ടൊരു കൂടിക്കാഴ്ച എന്നാൽ ഈ നേതാക്കൾ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ MP മാത്രമാണ് കെ സുധാകരനുമായി നേരിട്ട് കണ്ട് സംസാരിച്ച ആൾ. ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ ഇത്തരത്തിൽ മത്സരിക്കണമെന്നുള്ള താല്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അദ്ദേഹം അറിയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള തൻ്റെ ആഗ്രഹത്തിനുള്ള ഒരു ഉചിതമായ അവസരമായാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അത്തരത്തിൽ അവസരം നൽകുമെന്ന് അറിയിച്ചിരുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷവും അത് തൻ്റെ പ്രഖ്യാപനം, തൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ തനിക്ക് മുൻപ് നൽകിയ വാക്ക് അത് പാലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നും ഇത്രത്തോളം ഉറച്ചു നിന്നിട്ട് പോലും MP-മാർ ആരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുതത്വം അത് കെ സുധാകരനും ബാധകമാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോയതുമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയോടെ കാര്യങ്ങൾ സമവായത്തിലേക്ക് നീങ്ങുന്നു എന്ന് അദ്ദേഹവും കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരുന്ന അദ്ദേഹം ആ തീരുമാനം മാറ്റി ഹൈക്കമാൻഡിന്റെ തീരുമാനം, തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. AICC അധ്യക്ഷൻ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിന് പിന്നിലെല്ലാം ആസൂത്രിതമായ ഒരു ശ്രമമാണോ എന്ന് കെ സുധാകരൻ സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് കടുത്ത തിരിച്ചടി തന്നെ നൽകുവാൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം ഉള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അടുപ്പമുള്ള അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നേതാക്കളും തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന് ഏറെ നിർണായകമായ നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെയുള്ള 25ഓളം സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു തീരുമാനം. ഇത് വൈകിയ വേള ആണ് എന്നതുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ പാർട്ടിക്കുള്ളിൽ തനിക്ക് ഒപ്പം നിൽക്കുന്ന നേതാക്കൾ താൻ ഒറ്റയ്ക്കല്ല പാർട്ടിയിൽ എന്ന് നേതൃത്വത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ തന്നെയാണ് അദ്ദേഹം ഉറച്ചിരിക്കുന്നത്. കെ സുധാകരൻ എന്നാൽ തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, തനിക്കൊപ്പം എവിടെ നിന്നെല്ലാം ആളുകൾ ഒന്നിച്ചു നിൽക്കും എന്നുള്ളതെല്ലാം നേതാക്കളെ കാണിക്കാൻ ഉള്ള ഒരു അവസരം കൂടി ആക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നിർണായകമായ 25 മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ, ആശയവിനിമയങ്ങൾ അത് പുരോഗമിക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ എങ്കിൽ ഒരു സംഘമായി തന്നെ കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ ഉള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അദ്ദേഹം ഒറ്റയ്ക്കാവില്ല, മറിച്ച് പ്രധാനപ്പെട്ട 25ഓളം മണ്ഡലങ്ങളിൽ സുധാകരന്റെ സ്ഥാനാർത്ഥികളും മത്സരിക്കും. കോൺഗ്രസിന് അത് വലിയ തിരിച്ചടി അല്ലെങ്കിൽ കോൺഗ്രസിന് കനത്ത തോതിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമായിരിക്കും അത്. ഈ ഒരു നീക്കത്തിലേക്കാണ് സുധാകരൻ തയ്യാറെടുക്കുന്നത്. അദ്ദേഹം ഒപ്പം തന്നെ MP സ്ഥാനം രാജിവെച്ച് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഈ തീരുമാനമെല്ലാം ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എടുത്തതല്ല. ഇത്തരത്തിലൊരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതിന് ഏത് വിധത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം അടുപ്പമുള്ള നേതാക്കളുമായി നേരത്തെ തന്നെ കൂടിയാലോചന നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ പോസ്റ്ററുകൾ
വാക്കുകളുടെ രൂപത്തിലും അദ്ദേഹത്തിന്റെ നൽകപ്പെട്ട പിന്തുണ അതും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അത് കോൺഗ്രസിന്റെ നേതൃത്വം തിരിച്ചറിയണം എന്നാണ് സുധാകരൻ ഇത്തരത്തിലൊരു സന്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന തരത്തിൽ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് എന്തിനും തയ്യാറാണ് താൻ എന്ന് തന്നെയാണ് സുധാകരന്റെ ഒരു തീരുമാനം. അതിനായുള്ള ഒരുക്കങ്ങൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകം. ഓക്കെ, ബലറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.